ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് ഇനി പോകുന്നത്. LDF സ്ഥാനാർത്ഥി പ്രൊഫസർ രവീന്ദ്രനാഥിന്റെ റോഡ് ഷോ ഇപ്പോൾ ചാലക്കുടി മണ്ഡലത്തിൽ നടക്കുകയാണ്. ഗായത്രി സത്യദേവ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഗായത്രി, വലിയ ആവേശം സ്വാഭാവികമായും ഉണ്ടാകും. അത്രമേൽ ജനകീയനായ നേതാവാണ്. മുൻപ് നിയമസഭയിലടക്കം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. അധ്യാപകനാണ്. ആ നിലയിൽ എങ്ങനെയാണ് ചാലക്കുടി രവീന്ദ്രനാഥിനെ വരവേൽക്കുന്നത്? തീർച്ചയായും രാഷ്ട്ര സൂചിപ്പിച്ചതുപോലെ മുഖമുഖങ്ങളില്ലാതെ ഒരു നാടിന്റെ ആദ്യ നേതാവായി മാറിയ നാടിന്റെ ആകെ മുഖമായി മാറിയ ഒരു നേതാവാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഔദ്യോഗികമായി വരുമ്പോൾ തന്നെ ഈ നാട് ഒന്നാകെ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ഒരു സ്വീകരണമാണ്, അറിയിസൂചനമായ സ്വീകരണമാണ് ഇപ്പോൾ എന്തായാലും അങ്കമാലിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തിന്റെ 4 നിയമസഭാ മണ്ഡലങ്ങളും തൃശൂരിന്റെ 3 നിയമസഭാ മണ്ഡലങ്ങളും ചേർന്ന 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന തൃശൂർ, എറണാകുളം ജില്ലകളിലായുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് ചാലക്കുടി എന്ന് പറയുന്നത്. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ വളരെ പളച്ചു കളിക്കുന്ന ഒരു മണ്ഡലമായിരിക്കും തന്നെ ഈ എല്ലാ മേഖലകളിലും, അല്ലെങ്കിൽ 2 ജില്ലകളിലും വളരെ സുപരിചിതനായി തന്നെ ആയ ഒരു വ്യക്തി തന്നെ, ഒരു നേതാവ് തന്നെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നുള്ളത് ഈ പ്രവർത്തകരിലൊപ്പം തന്നെ ജനങ്ങളിലും ആവേശം നിറച്ചിട്ടുണ്ട്. എപ്പോഴും സൗമ്യമായ മുഖമായി, ഇടതുപക്ഷത്തിന് തന്നെ സൗമ്യമായ മുഖമായി അടയാളപ്പെടുത്തുന്ന നേതാവാണ് എന്താണ് പ്രൊഫസർ അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചർച്ചയാക്കപ്പെടുന്ന മാതൃകപരമായി വിലയിരുത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗമായി ഉണ്ടാകും. 2006 ആദ്യമായി നിയമസഭാ മണ്ഡലത്തിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർച്ചയായ 3 വർഷം 3 തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം MLA ആയിരുന്നു. 2016 ഒന്നാം പിണറായി സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അതിനുശേഷമുണ്ടായ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഒരു വിപ്ലവകരമായ മാറ്റമെന്ന വിലയിരുത്തപ്പെടുന്ന ഒരു വിപ്ലവകരമായ മാറ്റം കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന ഒരു മന്ത്രിയായി, പൊതുവിദ്യാഭ്യാസത്തിന്റെ കട്ടുനച്ചു വാർത്ത അല്ലെങ്കിൽ നശിച്ചു കിടക്കുന്ന പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെ പുനരുജ്ജീവിച്ച ഒരു മന്ത്രിയായാണ് നിയമസഭാ ചരിത്രത്തിൽ അദ്ദേഹത്തെ വിലയിരുത്തപ്പെടുന്നത്. ആ ഒരു പാർലമെന്ററി സ്ഥാനത്തിരിക്കുന്ന ആ ഒരു പാർലമെന്ററി പ്രകടനം ലോക്സഭയിലും അദ്ദേഹത്തിന് തുടരാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ചാലക്കുടി മണ്ഡലത്തിൽ പ്രൊഫസർ രവീന്ദ്രനാഥ് സ്ഥാനാർത്ഥിയായെത്തുമ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പങ്കുവെക്കുന്നത് ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി തന്നെയാണ്. അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ തന്നെയും അദ്ദേഹം പങ്കുവെക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം എന്തുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടണം, എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇവിടെ ഉയർന്നു വരേണ്ടത്, നിലനിൽക്കേണ്ടത് എന്ന ഒരു സാഹചര്യം തന്നെയാണ് അദ്ദേഹം നമ്മോട് സംസാരിക്കുമ്പോഴൊക്കെയും തന്നെ പങ്കുവെക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന വെല്ലുവിളികൾ തന്നെയാണ് കാർഷിക മേഖലയുടെ തകർച്ചയടക്കം. ഇന്ന് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം ആദ്യം പങ്കെടുത്ത ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ അങ്കമാലിയിലെ ഒരു ഗ്രാമപ്രദേശത്തെ കൊയ്ത്തുത്സവം തന്നെയാണ്. എന്തുകൊണ്ട് ഒരു കാർഷിക മേഖല അല്ലെങ്കിൽ കർഷകർ എന്തുകൊണ്ട് തെരുവിലേക്കുന്നു എന്ന ചോദ്യം ഉയർത്തി, എന്തുകൊണ്ട് കർഷകർ തെരുവിലാകുന്നു എന്നൊരു ചോദ്യം ഉയർത്തി തന്നെയാണ് തന്റെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ പ്രവചനം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഒപ്പം ഈ രാജ്യത്ത് മതനിരപേക്ഷത വെല്ലുവിളി നേരിടുന്ന സാഹചര്യം, ഫെഡറലിസം തകർലാകുന്ന സാഹചര്യം, ഭരണഘടന വെല്ലുവിളി നേരിടുന്ന സാഹചര്യം, ഈ സാഹചര്യം ഒക്കെ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇടതുപക്ഷം മുന്നണിയിലേക്കായി, എന്തുകൊണ്ട് ഇടതുപക്ഷം പാർലമെന്റിലേക്ക് എത്തണം എന്നൊരു ചോദ്യം, അതിനുള്ള വ്യക്തമായ മറുപടി ഇവ ഉയർത്തിക്കൊണ്ട് തന്നെയാണ്, രാഷ്ട്രീയം സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യ ദിവസം തന്നെ, ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രൊഫസർ രവീന്ദ്രനാഥ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ഈ വിഷയം തന്നെ ചർച്ചയാക്കിയാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അതിന്റെ ഒരു ആവേശജനമായ സ്വീകരണം ഇപ്പോൾ അങ്കമാലിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയ സമയത്തുള്ളിൽ തന്നെ എത്തിച്ചേർന്ന പ്രവർത്തകരെല്ലാം തന്നെ ഈ ഒരു ജനാധിപത്യത്തിന്റെ ഉത്സവത്തെ ഏറ്റെടുക്കുന്ന രീതിയിൽ വളരെ ആവേശോജ്വലമായ ഒരു സ്വീകരണം അല്ലെങ്കിൽ ഒരു പൊതുപ്രകടനം ഇപ്പോൾ അങ്കമാലി ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നു. തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. എന്തുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്നുവെന്നുള്ളതും എന്തുകൊണ്ട് ഇടതുപക്ഷം തെരഞ്ഞെടുക്കപ്പെടുന്നുവെന്നുള്ളതും അദ്ദേഹം വ്യക്തമായി വീട്ടായി. എന്നാൽ തന്നെ ആ വിഷയങ്ങളെല്ലാം മറ്റ് ഓരോ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഇടതുപക്ഷം ഉയർന്നണമെന്നും ഇവിടെ BJP ചെയ്തുവെന്നും കോൺഗ്രസ് ചെയ്തുവെന്നും കൃത്യമായ മറുപടികൾ നൽകിക്കൊണ്ട് തന്നെ ഈ ഒരു ആഘോഷം തന്നെ അദ്ദേഹം ചൂടുപിടിപ്പിച്ചിരുന്ന ആരംഭിച്ചു കഴിഞ്ഞു. തൃശൂർ, എറണാകുളം മണ്ഡലങ്ങൾ, തൃശൂർ, എറണാകുളം ജില്ലകളിലായി ഉള്ള 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലം എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ദിവസം തന്നെ വളരെ ചൂട് പിടിച്ച രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള റോഡ് ഷോ വളരെ വിപുലമായി ആവേശോജ്വലമായി എന്തായാലും അങ്കമാലിയിൽ പുരോഗമിക്കുകയാണ്.